ഹായ് സുഹൃത്തുക്കളെ, മൈ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അവർക്കെല്ലാം 1000 നന്ദി. ഒരുപാട് പേര് ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇതൊന്നും കൂടാതെ കഴിഞ്ഞൊരു കോഴിയുടെ വീഡിയോ ചെയ്തായിരുന്നു, കരിങ്കോഴിയുടെ. അതിനകത്ത് ലൊക്കേഷൻ പറഞ്ഞില്ലായിരുന്നു. അതൊരു വലിയൊരു പോരാഴിയായിരുന്നു. ഞാനൊരു പുതിയ ചാനലുകാരന്, നമുക്ക് ഒരുപാട് പോരാഴികളുണ്ട്. ഇതുമായിട്ട് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ പോരാഴികളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് അടുത്ത വീഡിയോയിലേക്കുള്ള പ്രചോദനം. കരിങ്കോഴിയുടെ ലൊക്കേഷൻ പറഞ്ഞില്ല, അത് പറയാം. അത് വിട്ടുപോയി. ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ലൊക്കേഷൻ പറഞ്ഞു ചേട്ടാ വീഡിയോ ഇടണമെന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചു കൈലി എന്താ ചേട്ടൻ കൊടുക്കുന്നതെന്ന്. ഒരു വീഡിയോ ചെയ്യുമ്പം പാൻറ് ഇട്ടുകൂടായിരുന്നു. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൈലിയാണ്. നേരത്തെ പുറത്തൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പാൻറ്റായിരുന്നു യൂസ് ചെയ്യുന്നത്. എൻ്റെ മുണ്ട് അങ്ങനെ കൊടുത്ത് ശീലമില്ല. കല്യാണത്തിന് മാത്രമേ മുണ്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൂടുതലും കൈലി കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞ കൈലി കൊടുക്കുമ്പോൾ കുത്തഴിച്ചിട്ടിട്ട് നിൽക്കണമെന്ന്. ശരിയാ, അതും ശരിയാ. അത് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ കുത്തഴിച്ചിട്ടിട്ടേ നിൽക്കാവുള്ളൂ ഒരു വീഡിയോ ചെയ്യുമ്പോഴായാലും. ഇതെല്ലാം കൂടാതെ അതുൽ കൃഷ്ണ എന്ന് പറഞ്ഞൊരു കൊല്ലം കഴിഞ്ഞ് പോകുന്ന സ്ഥലത്ത് അവൻ്റെ വീട്. അവൻ വർക്ക് ചെയ്യുന്ന ഗുജറാത്തിലാണ്. അവനെ ഇപ്പൊ പല തവണയായിട്ട് തന്നെ 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവൻ എൻ്റെ വീഡിയോ നോക്കിയിരിക്കുക. ഇന്നലെ മെനങ്ങാന്ന് നോക്കിയിട്ട് വീഡിയോ വീണില്ല എന്നും പറയും. ഇന്നലെ രാത്രി എന്നെ വിളിച്ചു, എന്താ ചേട്ടാ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറയണ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല, അതുപോലെ സമയമില്ല, എൻ്റെ ജോലി ഇന്നൊക്കെയാന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഫ്ലവർ മില്ല് നടത്തുക, ഞാൻ പൊടിയുടെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമയക്കുറവൊക്കെ കാരണം കൊണ്ടാണ് ഇടാനേന്ന് പറയാം. അങ്ങനെ അവൻ ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഗുജറാത്ത് LNTയിലാണ് വർക്ക് ചെയ്യുന്ന വെൽഡറാണ്. അവന്റെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നീടും വിശദമായിട്ട് പറയാം. ഇപ്പം ചുരുക്കി പറയാം. അങ്ങനെ അവൻ 5 തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സന്തോഷമുണ്ട്. ഒന്നും അറിയാൻ വയ്യാത്തവരാ കൂടുതലും. ഫോണിൽ കൂടെ വിളിച്ചൊക്കെ ഓരോ പോരാളികൾ പറഞ്ഞ് ചേട്ടാ ശരിയാക്കണം, ഇത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു തന്നെ അവർക്കെല്ലാം 1000 നന്ദി. എന്നുവെച്ചാൽ അവർക്കൊക്കെ കണ്ട് വേണമെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള കാര്യമേ ഉള്ളൂ. പക്ഷെ അവർ വിളിച്ച് നമ്പർ അതിനകത്തുനിന്ന് എടുത്ത് വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറെ മെനക്കെട്ടിട്ടുണ്ട്. ഞാൻ പോലും അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. യൂട്യൂബിൽ നമ്പർ എടുത്ത് ഞാൻ മാക്സിമം യൂട്യൂബ് കാണും, ലൈക്ക് കൊടുക്കും, സബ്സ്ക്രൈബ് ചെയ്തും വിടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ആവശ്യമുണ്ട്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ പിന്നെയും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. അന്നേരം കരിങ്കോഴിയുടെ വിഷയമായിട്ട് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത്. അന്ന് പറഞ്ഞ സ്ഥലവും ലൊക്കേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതെല്ലാം ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അന്നേരം അവനെ ഞാൻ ക്ഷണിക്കാൻ പോവാണ്. ലൊക്കേഷനും കാര്യങ്ങളും പറഞ്ഞുതരും. ഭാവിനിത് എന്തെങ്കിലും വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്. കരിങ്കോഴിയോടെ ഇട്ട് ഇനി വിളിക്കാത്തവരും മെസ്സേജ് അയക്കാത്തവരും ഇല്ല. അല്ലാതെ നമുക്ക് ഒരുപാട് പോരാളികളുണ്ട്. ശരിയാ, നമുക്ക് തുടക്കക്കാരില്ല, നമുക്ക് അറിയാൻ വയ്യാതെ നമുക്ക് അതെല്ലാം പറഞ്ഞു തരാൻ ഇത്രയും പേര് മെനക്കെട്ടല്ലോ. അവരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഒരുപാട് പേര് വിളിക്കുകയും ചെയ്തു. ഒരുപാട് പേര് പുറത്തുനിന്നല്ലേ വിളിച്ചു? പിന്നെ തീർച്ചയായിട്ടും എനിക്കൊന്ന് കാസർഗോഡ് നിന്ന് വിളിച്ച്, കോഴിക്കോട് നിന്ന് വിളിച്ച്, കൊല്ലത്തുനിന്ന് വിളിച്ച്, പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ച്, ഒരുപാട് ആൾക്കാർ വിളിച്ചു. ഒരുപാട് പേര് വിളിച്ചു. ലൊക്കേഷൻ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല, സ്ഥലം എവിടാന്ന് പറഞ്ഞില്ല. പിന്നെ നമ്മളതിന്റെ മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ വലിയ കോഴിയെ കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ തീർച്ചയായിട്ടും മാത്രമല്ല, നമ്മൾ ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, എടുക്കാനുണ്ട്. അപ്പം പിന്നെ നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു. നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് കായംകുളത്ത് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പോൾ വേലഞ്ചിറ എന്ന് പറയും. വേലഞ്ചിറ, അതായത് ഹരിപ്പാട് കാർത്തേപ്പള്ളി റോഡ് വേലഞ്ചിറയിൽ നിന്ന് സ്വല്പം പടിഞ്ഞാറോട്ട് വരുമ്പോൾ കൊപ്പാറയത്ത് ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു വലിയ സ്കൂളുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഫാമും മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ കായംകുളത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ, കറക്റ്റ് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. വരുവാണെങ്കിലോ വിളിച്ചാൽ മതി. നമ്പർ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിന് ഡെലിവറി ചാർജ് എക്സ്ട്രാ ആകുന്നതേ ഉള്ളൂ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. അപ്പൊ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തു നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ ബുക്ക് ചെയ്ത് അത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അത് അവർക്ക്
കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവര് ഹൈവേയുടെ സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡെലിവറി ഉള്ളത്. പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ മറ്റു കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യം പറഞ്ഞു നമ്മൾ പാക്ക് ചെയ്ത് അവരെ ഏൽപ്പിക്കുക. എന്നിട്ട് ബോക്സ് നമ്പർ അവരോട് പറഞ്ഞു കൊടുക്കുക. അവരത് അപ്പം കസ്റ്റമർ അത് പിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ചാർജും കാര്യങ്ങൾക്കും അവർ അഡീഷണൽ കൊടുക്കേണ്ടി വരും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ വേറെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അടുത്ത ഇവിടെ കളക്ഷൻ തീർന്നില്ല. മീനിന്റെ ഇപ്പം കളക്ഷൻ തീർന്നു നിൽക്കുകയാണ്. എന്നാലും അത്യാവശ്യം ഉണ്ട്. ഒരുപാടൊന്നും ഇല്ല. എന്നാൽ ഗപ്പിയൊക്കെ കുറച്ച് 2-3 റേറ്റ് അങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ മീനെല്ലാം സ്റ്റോക്ക് പിന്നെ ഈ മഴയും കൂടെ ആയതുകൊണ്ട് കുറച്ച് കളക്ഷനേ എടുക്കത്തുള്ളൂ. ഈ തണുപ്പായതുകൊണ്ട് നമുക്ക് അധികം എടുത്തിടാൻ പറ്റത്തില്ല. നമ്മള് ഗ്ലാസ്സിനകത്ത് ഇടുന്നതല്ലേ. അപ്പൊ തണുപ്പ് കൂടി ഓവർ മഴ പെയ്തു പോയി കഴിഞ്ഞാൽ തണുപ്പായി കഴിഞ്ഞാൽ മീന് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതിന് അസുഖങ്ങൾ അടിക്കുകയും ചെയ്യും. തണുപ്പ് കയറി കഴിഞ്ഞാൽ മീന് പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അധികം സ്റ്റോക്ക് ചെയ്യുന്നില്ല. ഇത് സ്റ്റോക്ക് കുറവാ, ഒന്നുമില്ല. ഏതാണ്ട് 10-16 അക്വേറിയം തന്നെ ഫ്രീ ആയിട്ടിരിക്കുക. ഇപ്പൊ ഏതാണ്ട് ഒരു 5-6 വെറൈറ്റി മീനെ കിടപ്പുള്ളൂ. ഏതായാലും ഉള്ളതിനെ കണ്ടിട്ട് നമുക്ക് ഗപ്പിയുടെ വിശേഷങ്ങൾ പറയാം. ഇത് ഏത് ഗപ്പിയാ? ഇതിന്റെ ഡീറ്റെയിൽ എനിക്കും അറിയത്തില്ല. ഇതിന്റെ പേരെന്തുവാണ്. ഇതിപ്പോ ഇപ്രാവശ്യം വന്നൊരു വെറൈറ്റിയാ. ലോങ് ടൈൽ ബ്ലാക്ക് എന്നാ അവര് പറഞ്ഞത്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വലിയ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബ്ലാക്ക് ഒരു വെറൈറ്റി ആണ് ആര് പറഞ്ഞത്. ഇത് ബ്രീഡ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. എന്തോ പിന്നെ ഇത് ഇഷ്ടം പോലെ ബ്രീഡ് ചെയ്യുന്ന സാധനം. ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കുന്ന സാധനം. അതിന്റെ മെയിലിനെ കാണാൻ നല്ല ലുക്ക്. അതിന്റെ മെയിലിനെ കാണാൻ നല്ല ഭംഗിയാ. ലോങ് ടൈലാണ്. ലോങ് ടൈലാണ്. ഇതേത് ഗപ്പിയാ? ഇത് ഫുൾ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഫുൾ റെഡ്. അതിന്റെ കണ്ണ് വരുന്ന ആൽബിനോയാ. ഇത് നമുക്ക് അങ്ങനെ മഴവെള്ളത്തിലൊന്നും മഴയത്തൊന്നും ഇടാൻ പറ്റത്തില്ല. മഴവെള്ളം വീഴുന്നു. ഇത് അല്ലാതെ ഓപ്പൺ അക്വേറിയത്തിനകത്തോ ടാങ്കിനകത്തോ ബേസിനകത്തോ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ ബ്രീഡ് ചെയ്യുന്നത്. ഇച്ചിരി കൂടെ ഇതൊരു മീഡിയം സൈസ്. ഏഞ്ചല് ഇത് ബ്രീഡിംഗ് പേരാണ്. എല്ലാം നല്ല ബ്രീഡിംഗ് പേരാണ്. ബ്രീഡായിട്ട് എഗ്ഗായിട്ട് നിൽക്കുന്ന ഫീമെയിൽസ് അതിനകത്തുണ്ട്. അതിന് കഴിഞ്ഞ് അത് എഗ്ഗായിട്ടൊക്കെ നിൽക്കുക. എഗ് ചെയ്യാനായിട്ടുള്ള ഫീമെയിൽ ഉണ്ട്. പിന്നെ അത് ബ്രീഡിംഗ് പേരാണ്. അത് നമ്മൾ ജോഡി 80 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. പേര് 50 രൂപ. ഗപ്പി 80 രൂപ പേര്. ഇത് ചോക്ലേറ്റ് മോളി എന്ന് പറയും, പാണ്ടാ മോളി എന്ന് പറയും. പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ജോഡി 20 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ജോഡി 20 രൂപ. ഇത് നല്ലൊരു ബ്രീഡാണ്. ഇഷ്ടം പോലെ ബ്രീഡാണ്. ബ്ലാക്ക് ബോളി വൈറ്റ് ബോളിയെക്കാട്ടി ഏറ്റവും ഈ ചോക്ലേറ്റ് മോളിയാണ്. നമ്മുടെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ വെള്ളമായിട്ട് പെട്ടെന്ന് ബ്രീഡായി സെറ്റ് ആവുന്ന ഒരു സാധനമാണ്. ഇത് ഈ കൂടുതലും ആൾക്കാരെടുക്കുന്ന ഈ താമരക്കുളത്തിലും ഈ ആമ്പൽക്കുളവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ആൾക്കാർ കൊണ്ടാ. അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ ഇത് ചെയ്യുന്നത്. ഇത് കളർ വിഡോ എന്ന് പറയും. അത് പല കളറുണ്ട്, ഒരുപാട് കളറുണ്ട്. പച്ച, നീല. ഇത് അക്വേറിയത്തിന്റെ അകത്തില് ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ഈ പ്ലാന്റിന്റെ അക്വേറിയത്തിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല ഇതിന് വേസ്റ്റ് കുറവാണ് ഈ മീന്. ബ്രീഡാകത്തില്ല, അക്വേറിയത്തിനകത്തൊന്നും ബ്രീഡാകത്തില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കളർ വിടോ. ഇത് കാർപ്പ് അല്ലേ? അത് കാർപ്പ്. ഇത് നല്ല അത്യാവശ്യം ഇച്ചിരി വലിയ സൈസ് കാർപ്പാണ്. ഇതിന് വലുപ്പം പിന്നെ നല്ല വളർച്ചയുള്ള കാർപ്പാണ്. അതിനകത്ത് രണ്ട് ടൈപ്പ് കിടപ്പുണ്ട്. ലോങ് ടൈൽ കിടപ്പുണ്ട്, നോർമൽ കിടപ്പുണ്ട്. പിന്നെ ബ്രീഡാവുന്ന സാധനം മുട്ട ഇടുമല്ലേ? അതെ. വലിയ പോണ്ടിനകത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എഗ് ചെയ്ത് അത്യാവശ്യം കുഞ്ഞുങ്ങളെ ഇറക്കുന്ന ടൈപ്പ് കാർപ്പാണ്. നല്ല സൈസുള്ള കാർപ്പാണ്. നല്ല വലിപ്പം വെക്കും. ഇത് പേര് 200-ന്റെ ഉണ്ട്, 300-ന്റെ കിടക്കുന്നു. ഇതിപ്പം തന്നെ ഒരു 5 ഇഞ്ചിന് മുകളിലുള്ള കാർപ്പാ. 5 ഇഞ്ചോ 4 ഇഞ്ചോ. 4 ഇഞ്ച് 200, 5 ഇഞ്ചിന് മുകളിലോട്ടുള്ളത് 300 ആ റേറ്റാണ് നമ്മൾ. അതെ. ഇത് പ്ലാറ്റിയുടെ ഒരു 3 വെറൈറ്റി അതിനകത്ത് നിൽപ്പുണ്ട്. ബ്ലാക്ക് ഉണ്ട്, സൺസെറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ടെയിലെ ബ്ലാക്ക് കളർ വരുന്ന ഒരു
അങ്ങനെ 3 വെറൈറ്റി അതിനകത്ത് നിൽപ്പുണ്ട്. അത് നമ്മൾ ജോഡി 20 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ അത് ഇഷ്ടം പോലെ ആണ്. അതായത് ഈ താമരക്കുളം പൂണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് കൊണ്ടിരുന്നത് ഈ കൂത്താടിയുടെ ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾ വെച്ചോണ്ട് പോകുന്നത്. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാണ് അവിടെ. അതിനകത്ത് പിന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, ബലൂൺ മോളി, ബലൂൺ ടൈപ്പ് പ്ലാറ്റി അതിനകത്ത്. ബലൂൺ ടൈപ്പ് അല്ല റെഡ്, നല്ല റെഡ് ആണ്. പക്ഷെ അതിനകത്ത് ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാൻ പറ്റുന്നത് തീരെ ഷോർട്ട് സാധനമായിരിക്കും. ഒന്നത് അതിന്റെ അളവ് കുറവാണ്. ഇന്ന് ഒരു കസ്റ്റമർ വന്നൊരു 10-15 പീസിന് ഒരുമിച്ച് എടുത്തോണ്ട് പോയായിരുന്നു. അളവ് കുറവാണ്. അത് നല്ല നല്ല കളറുമാണ്. നല്ല തീരെ ചെറുതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാണ്. ഇന്ന് ആക്ച്വലി മീനിന്റെ സ്റ്റോക്ക് ഇപ്പൊ കുറവാണ്. ഈ തണുപ്പ് ഞാൻ മീനെ ഇറക്കിയില്ല. നമ്മളെ എല്ലാം കലിയായിട്ട് കിടക്കുക. അടിയിലത്തെ ലൈൻ ഫുള്ള് കാലിയാണ്. അടിയിലെ ലൈൻ എല്ലാം കാലിയാണ്. ഫുള്ള് അക്കുറേ ഫുള്ള് കാലിയാണ്. ഇനിയിപ്പോ അടുത്ത തിങ്കളാഴ്ചയോടെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് എടുക്കും. അല്ല, മീനൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്ത പിന്നെ തീർച്ചയായിട്ടും ഏരിയ വിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അതെങ്ങനെ കൊടുക്കും? നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. അതേ മുമ്പ് കോഴിയുടെ കാര്യം പറഞ്ഞ പോലെ അതെ. അല്ല, ഇതല്ലാതെ നമുക്ക് ഓൺലൈൻ മറ്റേ ട്രാൻസ്പോർട്ട് DTDC അതുകൊണ്ടുള്ള കൊറിയർ സർവീസ് വഴി കൊറിയർ അയച്ചു കൊടുക്കും. 2 അന്ന് പിറ്റേന്ന് തമ്മിച്ചല്ലോ നമ്മൾ പിടിച്ചിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും പൈസ ഓൺലൈൻ വഴിയാണ് പൈസ. ഞങ്ങളുടെ ലൊക്കേഷൻ മനസ്സിലായല്ലോ. അന്നേരം കോഴിയായാലും കരിങ്കോഴി ആയാലും മീനായാലും ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഏരിയയിലും എത്തിച്ചു കൊടുക്കും. അന്നേരം പാക്കിംഗ് നമ്പറോ നമുക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് അല്ല, ഇത് ഡെലിവറി ചെയ്യുന്ന അത് ഡെലിവറി ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ടീം ഉണ്ട്, അവരുടെ കയ്യിൽ നമ്മൾ കൊടുത്തു വിടും. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ കൊറിയർ ഓൺലൈൻ വഴി കൊറിയർ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മീനും കാര്യങ്ങളും സേഫ് ആയിട്ട് നമ്മൾ അതേ കൂട്ട് പാക്ക് ബോക്സിനകത്താക്കി നമ്മൾ കൊടുത്തിടും. ഒരു 2 ദിവസം 3 ദിവസം കുഴപ്പമില്ല. ഇല്ല, കോഴിയെ നമ്മൾ മീന് മാത്രമേ ഉള്ളൂ. കോഴിയെ നമ്മളല്ലാതെ ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇന്ന് ഇട്ട് കഴിഞ്ഞ 2-3 മണിക്കൂറിനുള്ളിൽ 4 മണിക്കൂറിനുള്ളിൽ ആൾക്കാരുടെ കസ്റ്റമറുടെ കയ്യിലെത്തുന്ന അതുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ അത് വണ്ടി ഓടുന്ന ആ ഒരു ടൈമിലുള്ള വ്യത്യാസം. എങ്ങോട്ടായാലും ഇപ്പൊ കായംകുളത്തുനിന്ന് ഇപ്പൊ എറണാകുളം പോകണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ എടുക്കും. ആ ഒരു 3 മണിക്കൂർ ആ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. അല്ല വേറെ ഇതൊന്നും അതിനകത്ത് കൂടുതലായിട്ടൊന്നും. മീനിന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നിരിക്കും. ഇപ്പൊ ഈ തണുപ്പും പിന്നെ ക്ലൈമറ്റിനുള്ള പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടം ഏത് മീനെ ഓർഡർ ചെയ്താലും നമ്മൾ എടുത്തു. ഒരു മീനും നമ്മുടെ ഇല്ലാതെ ഇല്ല. ഇപ്പൊ നമ്മള് ഈ തണുപ്പ് അടുപ്പിച്ച് നമ്മള് മീൻ കുറച്ച് നിർത്തിയേക്കാണ്. അധികം മീനെ തണുപ്പ് അടുപ്പിച്ച് നമുക്ക് എടുത്തിടാൻ പറ്റത്തില്ല. നമ്മുടെ പൈസ വേസ്റ്റ് ആയി പോകും. എന്ന് വെച്ചാൽ തണുപ്പ് കൂടി കഴിഞ്ഞാൽ മീന് അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ കറക്റ്റ് നിർത്തണം. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഒരു ഓവർ തണുപ്പായി കഴിയുമ്പോഴത്തേക്ക് മീന് അസുഖങ്ങൾ ഉണ്ടാകും, പെട്ടെന്ന് ഡെത്തായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പോ കുറച്ച് നിർത്തിയേക്കാം. ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം. നേരത്തെ ബാക്കിലെ കൊടുത്ത് സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം, ആദ്യം മുതൽ അവസാനം വരെ. അതൊന്നും പ്രശ്നമില്ലല്ലോ. ആര് കണ്ടാലും പെട്ടെന്ന് നമ്പർ എടുക്കാം. അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തേക്കാം. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. അത് എന്നാലേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാനുള്ള ഒരു പ്രയോജനമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പുതിയ ചാനലുകാരെ എന്ത് പോരാളികളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും ക്ഷമിക്കണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്ന വരെ ഓക്കെ, ബൈ.